മുത്തഹയ്യറത്തായ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മുൻ ഹൈദിൻ്റെ കണക്കും സമയവും അവൾക്ക് ഓർമ്മയില്ലാത്തവളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ആ മുമ്പുണ്ടായ ഹൈദിൻ്റെ കണക്കോ അല്ലെങ്കിൽ സമയമോ ഏതെങ്കിലും ഒന്ന് ഓർമ്മയുള്ള സ്ത്രീയാണെങ്കിൽ കുറച്ചുകൂടി സങ്കീർണത കുറക്കാൻ കഴിയും. അതായത് സമയം മാത്രം ഓർമ്മയുള്ള ഒരു സ്ത്രീയുടെ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ അവളുടെ മുൻ മാസത്തെ ഹൈദ് തുടങ്ങിയത് 1-ാം തീയതിയാണ് എന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ ആദ്യ ദിവസം അവൾക്ക് ഉറപ്പായും ഹൈവായി കണക്കാക്കാം. മാത്രമല്ല ഈ മാസത്തിൻ്റെ 2-ാമത്തെ പകുതി ഉറപ്പായും ശുദ്ധിയായും കണക്കാക്കാം. അപ്പോൾ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം, അതായത് 2-ാം തീയതി മുതൽ ഈ 15 വരെ, അതിൻ്റെ ഇടയിലുള്ള സമയം ഹൈലായിരിക്കാനും ഹൈദ് മുറിയാനും ശുദ്ധിയായിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ അവൾക്ക് അവിടെ മുത്തഹയ്യറത്തിൻ്റെ ഹുക്കുമാണ്. അവൾ എല്ലാ വക്തിനും കുളിക്കുകയും ഉടനെ നിസ്കരിക്കുകയും വേണം. മുത്തഹയ്യറത്തിന് പറഞ്ഞ ഹുക്കുമുകളൊക്കെ അവൾക്ക് ബാധകമാണ്. ഇനി കണക്ക് മാത്രം ഓർമ്മയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ കഴിഞ്ഞ മാസം ആദ്യ 10-ൽ 5 ദിവസമായിരുന്നു അവളുടെ ഹൈദ് എന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്ന് തുടങ്ങിയെന്ന് ഓർമ്മയില്ല. എന്നാൽ മാസത്തിൻ്റെ ആദ്യം, അതായത് മാസത്തിൻ്റെ ആദ്യ ദിവസം അവൾക്ക് ശുദ്ധിയായിരുന്നു എന്ന് അവൾ ഓർക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യം അവൾക്ക് ശുദ്ധി ഉറപ്പാണ്. 6-ാം ദിവസം ഹൈദും ഉറപ്പാണ്. അതായത് മാസത്തിൻ്റെ ആദ്യം 1-ാം തീയതി ഹൈദ് ഉറപ്പ്, അതോടൊപ്പം 6-ാം ദിവസം ഹൈദും ഉറപ്പ്. കാരണം ഈ ആറാമത്തെ ദിവസം എന്ന് പറയുന്നത് അവിടെ 5-ാമത്തെ ഹൈദിൻ്റെ തുടക്കമോ ഒടുക്കമോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയമോ ആയിരിക്കും. അപ്പോൾ 5 ദിവസത്തെ അവളെ ഹൈദിൻ്റെ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ ഒടുക്കമായിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സമയമായിരിക്കും. ചുരുക്കത്തിൽ അത് എങ്ങനെ ആയാലും ആ ദിവസം ഹൈദാണ്. മാസം 1-ാം തീയതി ഉറപ്പായും ശുദ്ധിയായതുപോലെ അവസാനത്തെ 2 10-ഉം മാസം 1-ാം തീയതി അവൾക്ക് ശുദ്ധിയാണ്, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ 2 10, ആ 2 10-ഉം ശുദ്ധി ഉറപ്പാണ്. പിന്നെ 2 മുതൽ 5 വരെയുള്ള ദിവസം ഹൈദിനും ശുദ്ധിക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ ഫർദിനും കുളിക്കേണ്ടതില്ല. അവൾ വുളു എടുത്ത് നിസ്കരിച്ചാൽ മതി. കാരണം ഹൈദ് മുറിയാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവൾ വുളു എടുത്ത് അവൾക്ക് നിസ്കരിക്കാം. എല്ലാ വക്തിനും കുളിക്കേണ്ടതില്ല. എന്നാൽ 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസം ഹൈദിനും ശുദ്ധിക്കും ഹൈദ് മുറിയുന്നതിനും സാധ്യതയുണ്ട്. കാരണം 2-ാം തീയതിയാണ് ഹൈദ് തുടങ്ങിയതെങ്കിൽ 7-നാണ് മുറിയുക. 3-ാം തീയതിയാണ് തുടങ്ങിയതെങ്കിൽ 8-നാണ് മുറിയുക. 4-ാം തീയതിയാണ് തുടങ്ങിയതെങ്കിൽ 9-നാണ് മുറിയുക. 5-ാം തീയതിയാണ് തുടങ്ങിയതെങ്കിൽ 10-നാണ് മുറിയുക. ചുരുക്കത്തിൽ ഇവിടെ ശുദ്ധിക്കും ഹൈദ് മുറിയാനും സാധ്യതയുള്ളതിനാൽ ഓരോ ഫർദിനും അവൾ കുളിക്കേണ്ടതാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ മറുപടി പറയാം. ആദ്യം ചോദ്യം പറയാം. 1, ഗർഭിണി
ഗർഭകാലത്തുണ്ടാകുന്ന രക്തം ഹൈലാണോ ഇസ്തിഹാദത്താണോ എന്നാണ് ചോദ്യം. ഉത്തരം: ഗർഭകാലത്തുണ്ടാകുന്ന രക്തം ഹൈലാണ് എന്നാണ് നമ്മുടെ മദ്ഹബ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല. എന്നാൽ മറ്റു ചില മദ്ഹബുകൾ, അബൂ ഹനീഫ ഇമാമിനെ പോലെ ഹനഫി മദ്ഹബിലും എല്ലാം അത് ഇസ്തിഹാദത്താണ് എന്നാണ്. നമ്മുടെ മദ്ഹബ് അത് ഹൈലാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം: പ്രസവവേദനയുടെ സമയത്ത് പുറപ്പെടുന്ന രക്തം അത് ഹൈലാണോ ഇസ്തിഹാദത്താണോ നിഫാസാണോ എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം: പ്രസവവേദനയുടെ സമയത്ത് ഉണ്ടാകുന്ന രക്തം ഹൈലല്ല, എന്നാൽ അത് നിഫാസുമല്ല, അത് ഇസ്തിഹാദത്താണ്. ദമുൽ ഖാരിജു ഇന്ദ തൽഖി ലൈസ ബിഹൈലിൻ വലാ നിഫാസിൻ ബൽ ദമു ഫസാദിൻ. അങ്ങനെ ഈ പ്രസവവേദനയുടെ സമയത്ത് പുറപ്പെടുന്ന രക്തം ഹൈലോ നിഫാസോ അല്ല, മറിച്ച് അത് ഫസാദിൻ്റെ രക്തമാണ്, അതായത് ഇസ്തിഹാദത്താണ് എന്നാണ് തുഹ്ഫയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഖുർആൻ ഓതുന്നതിനോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിനോ ഒന്നും വിരോധമില്ല. നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടേണ്ടത് വരും. രക്തം കാണുമ്പോൾ അത് ഹൈലാണെന്ന് തെറ്റിദ്ധരിച്ച് ഹൈലുകാരിയെ പോലെ നിൽക്കേണ്ടത് ഇല്ല. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം: ഇസ്തിഹാദത്ത് 15 ദിവസവും കഴിഞ്ഞ് 16-ാമത്തേക്ക് കടന്നാൽ ഹൈദ് എത്രയാണ്, ഹൈദ് എപ്പോഴാണ് എന്ന് കണക്കാക്കുന്നതിൻ്റെ ഭാഗമായി ശക്തിയുള്ള രക്തവും ശക്തിയില്ലാത്ത രക്തവും നോക്കണം. ശക്തിയുള്ളത് ഹൈദും അല്ലാത്ത നോർമൽ രക്തം ഇസ്തിഹാദത്തുമാണ് എന്ന് മുൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇനി 15 ദിവസം കടന്ന് 16-ാമത്തെ ദിവസത്തേക്ക് കടന്നിട്ടില്ല, 14 ദിവസത്തിലോ അല്ലെങ്കിൽ 15 ദിവസത്തിലോ നിന്നുപോയി. പക്ഷേ രക്തം ശക്തിയുള്ളതും ശക്തിയില്ലാത്തതും ഉണ്ട്. അവിടെ ശക്തിയുള്ള രക്തം ഹൈദും ശക്തിയില്ലാത്ത രക്തം ഇസ്തിഹാദത്തും എന്ന് വെക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എന്നാൽ ഇതിൻ്റെ മറുപടി: ഇസ്തിഹാദത്ത്, അതായത് ഈ 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസത്തേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഇസ്തിഹാദത്തായി കണക്കാക്കുന്നത്. അതിൻ്റെ മുമ്പ് അതുവരെ കടന്നിട്ടില്ലെങ്കിൽ അത് മുഴുവനും ഹൈലായിട്ടാണ് കണക്കാക്കുക. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. ഒരു മുത്തഹയ്യറത്തോ, മുത്തഹയ്യറത്തായ സ്ത്രീ നസിയത്ത്, അവൾ മറന്നാൽ ഹൈദ സാബിക്ക, അവളുടെ മുൻപ് ഉള്ള ഹൈദ് അവൾ മറന്നാൽ ഖദറൻ വക്തൻ, ഖദറാലും വക്താലും, അതിൻ്റെ കണക്കും അതിൻ്റെ ടൈമും അവൾ മറന്നാൽ ജമിയൻ, അത് രണ്ടും ഫഹിയ, അപ്പോൾ അവൾക്ക് ഹൈദുകാരിയെ പോലെയാണ്. ഫി കുലിൽ അഹ്കാമി, എല്ലാ ഹുക്കുമുകളിലും, ഇല്ലാ ഫി തലാഖിൻ, തലാഖിലൊഴികെയും, ഇബാദത്തിൻ, ഇബാദത്തുകളിലൊഴികെയും. എങ്ങനത്തെ ഇബാദത്തുകൾ? തഫ്തഖിറു, അത് ആവശ്യമാകും, ലി നിയ്യത്തിൻ, നിയ്യത്തിലേക്ക് ആവശ്യമാകുന്ന ഇബാദത്ത്. അതുകൊണ്ട് പത്തുസല്ലി, അവൾ നിസ്കരിക്കണം, തഗ്തസിലു, അവൾ കുളിക്കണം, ലിക്കുല്ലി ഫർദിൻ, എല്ലാ ഓരോ ഫർദിനും, വതസൂമു റമദാന, റമദാനിൽ അവൾ നോമ്പ് പിടിക്കണം, തുമ്മ ഷഹറൻ കാമിലൻ, പിന്നെ പൂർണ്ണമായ മറ്റൊരു മാസം അവൾ നോമ്പ് പിടിക്കണം. പയബക്ക, അപ്പോൾ ബാക്കിയാകും യൗമാനി, 2 ദിവസം, തസൂമു ലഹുമ, ആ 2 ദിവസത്തിന് വേണ്ടി അവൾ നോമ്പെടുക്കണം. മിൻ സമാനിയത്ത അശറ, 18 ദിവസത്തിൽ നിന്ന്, യൗമൻ 18 ദിവസം, മിൻ സമാനിയത്ത അശറ യൗമൻ, 18 ദിവസത്തിൽ നിന്ന്, സലാസത്തൻ അവലഹ, ആ 18-ൻ്റെ ആദ്യ 3 ദിവസവും, സലാസത്തൻ ആഹിറ, ആ 18-ൻ്റെ അവസാനത്തെ സലാസത്തൻ 3 ദിവസവും, ആഹിറഹ, അതിൻ്റെ അവസാനം, ആ 18-ൻ്റെ അവസാനം. ഫക്കമുലഹ, അപ്പോൾ അവൾക്ക് പൂർത്തിയാകും. ഇതാലിക്ക, ഇതുകൊണ്ട് സഹമു ഷഹറിൻ, ഒരു മാസത്തെ നോമ്പ്. ഇനി വൈൻ ദക്കറത്തിൽ മുത്തഹയ്യറത്തു, ഇനി മുത്തഹയ്യറത്തായ സ്ത്രീ ഓർത്താൽ വക്തൻ, സമയത്തെയോ കഥൻ അല്ലെങ്കിൽ കണക്കിനെയോ ഓർത്താൽ ഫക്കത്ത്, അത്രമാത്രം. എന്നാൽ ഫലിൽ യക്കീനി ഹുക്കുമുഹു, അവളുടെ ഉറപ്പിന് ആ ഉറപ്പിൻ്റെ ഹുക്കും ഉണ്ട്. ഒഫിയ കൊയ്രി, ഇനി ഉറപ്പില്ലാത്തതിൽ
ഹിയാവൽ കന്നാസിയത്തി ലഹുമ, ആ വക്തിനെയും ഖദറിനെയും മറന്നവളെപ്പോലെയാണ് ജമിയൻ അത് രണ്ടിനെയും.